ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാല കറിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല കറിയാണ് ഇന്നത്തെ റെസിപ്പി. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവറൊക്കെ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കോളിഫ്ലവർ എടുക്കുന്നതെങ്കിൽ ഈ ഒരു സൈസിലൊക്കെ മതിയാകും. പക്ഷേ ഈ ഒരു മസാലക്കറി അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രേവി ടൈപ്പൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. പീസായിട്ടുള്ള കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കോളിഫ്ലവറിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കഷ്ണങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കുക കേട്ടോ. അതിൽ കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 2-3 മിനിറ്റ് മതിയാകും. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ആ കോളിഫ്ലവറിലേക്കുള്ള ഉപ്പ് ആ ഒരു സമയം പിടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം 2-3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് അതൊന്ന് വെന്ത് വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പ് കൂടെ പിടിക്കാനാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വെട്ടി തിളക്കുന്ന വെള്ളത്തിൽ നമ്മളെടുത്തുള്ള കോളിഫ്ലവർ കഷ്ണങ്ങൾ ഇട്ട് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിനകത്ത് അങ്ങനെ ചുമ്മാ ഇട്ട് വെച്ചാലും മതി. ഒരു അരമണിക്കൂറോളം അങ്ങനെ ഇട്ട് വെച്ചാലും മതി. ഇങ്ങനെ കുക്ക് ചെയ്യണമെന്നില്ല, അങ്ങനെ ചെയ്താലും മതി. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇതിനകത്തുള്ള വിഷാംശങ്ങളൊക്കെ ഒഴിവാക്കി എടുത്തിട്ട് വേണം നമ്മൾ മസ്റ്റായിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ 2-3 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കിയെടുത്ത് ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇതൊരു ഭാഗത്ത് നമ്മളങ്ങനെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാലക്കറി ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2 മുതൽ 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ നാടൻ രീതിയിലാണ് ഈ ഒരു കറി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം, അതായത് ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 3 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ, വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഇതേ രീതിയിൽ വഴറ്റിയെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ടും കൂടെ നല്ലപോലെ ചതച്ചെടുത്താണ് ചേർക്കുന്നത്. രണ്ടും കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്ന വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല കറി അതുപോലെ തന്നെ റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക്, നമ്മുടെ എരിവിനുള്ള പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പം 1.25 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മളൊരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ എരിവിന് ചേർത്തിട്ടുള്ളതെല്ലാം നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത്തിരി മസാലപ്പൊടികൾ ചേർത്തിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് നല്ല പോലെ തന്നെ കൈ എടുക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു മസാലപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് അത്യാവശ്യം നല്ല കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എരിവുള്ള മുളക് പൊടിൻ്റെ കൂടെ നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കറിയുടെ കളറിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് ഇല്ല, അതിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ഇത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് നല്ലപോലെ നമ്മളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം, ആ തക്കാളി നിന്ന് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിപ്പോൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സമയം നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയം വരെ നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാലയായിട്ട് കോളിഫ്ലവർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഈ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പച്ചവെള്ളമൊന്നുമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുള്ള വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, അപ്പോൾ ഒരുപാടൊന്നും ടേസ്റ്റ് കിട്ടില്ല കറിക്ക്. ഈ ഒരു കോളിഫ്ലവറിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ആ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയ കഷ്ണം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ആ ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കറിക്ക് അത്യാവശ്യം കളർ വേണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കാം, അതിലേക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ചേർക്കുക. നേരത്തെ നമ്മൾ 2-3 മിനിറ്റ് നേരം നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് കോളിഫ്ലവർ എടുത്തിട്ടുള്ളത്. എങ്കിൽ പോലും കുറച്ചും കൂടെ സമയം നമുക്കിത് കുക്ക് ചെയ്യണം. നന്നായിട്ട് ഇളക്കി മിക്സിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഈ ഒരു കോളിഫ്ലവർ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ള കോളിഫ്ലവർ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഇനി നമ്മളിതിലേക്ക് ഫൈനലായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടെ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്തുള്ള ഗരം മസാല പൗഡർ ഏത് കറികളിലും നമ്മൾ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കസൂരി മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി ലീവ്സ് ഇപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ ഉലുവയുടെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സാണ്. അത് നമ്മൾ ഇതുപോലെ ഒരു ഇത്തിരി കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനും പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് കറികളിൽ ചേർക്കുമ്പോൾ. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കസൂരി മേത്തി ലീവ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ഇങ്ങനെ ടിന്നിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ സാധാരണ തേങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. കുറച്ച് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ആ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇത് 1 മിനിറ്റിന് ശേഷം നമ്മുടെ കറി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കുമ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. നമ്മൾ ആ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ വന്ന് കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടെ ചേർത്തി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്